സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ റോഡ് ഷോയുമായി CPM CPI സ്ഥാനാർത്ഥികൾ നേമം നിയോജക മണ്ഡലത്തിൽ വി ശിവൻകുട്ടിക്ക് വേണ്ടി പ്രചാരണം ആരംഭിച്ച് LDF വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ റോഡ് ഷോ VK പ്രശാന്ത് AKG സെന്ററിൽ നിന്നുമാണ് ആരംഭിച്ചത്. തൃശൂർ മണ്ഡലത്തിൽ റോഡ് ഷോയുമായി LDF സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണനും. കേരളമാകെ വളരെയധികം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് നേമം നിയോജക മണ്ഡലം. വളരെ കുറച്ച് സമയമാണ് ഇനി തിരഞ്ഞെടുപ്പിലേക്കുള്ളത്. എങ്ങനെയാണ് വിജയപ്രതീക്ഷ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയപ്രതീക്ഷയാണുള്ളത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് നേമത്ത് അങ്ങേക്കെതിരായി ഇറങ്ങുന്നത്. എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പ്? അത് സംസ്ഥാന പ്രസിഡന്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. സാധാരണ ഒരു BJPയുടെ പ്രവർത്തകർ മത്സരിക്കുന്ന അത്രയും ഒരു പരിഗണന പോലും അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയില്ല. നേമത്ത് ഇത്തവണ ഈ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ വരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും അങ്ങയുടെ പേര് വരുന്നു, എന്നാൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ശക്തനായിട്ടുള്ളൊരു നേതാവിന്റെ പേര് വരുന്നില്ല. അപ്പോൾ അത് പണ്ട് 2016 അത്തരത്തിലൊരു നീക്കം ഉണ്ടായതാണ് നേമത്ത് BJP അക്കൗണ്ട് തുറക്കാൻ കാരണമായത്. ഇത്തവണ അതിന് സാധ്യതയുണ്ട്. അവർ അതിനെ സംബന്ധിച്ചുള്ള ആലോചന ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുവരെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. കോൺഗ്രസിൻ്റെ ഒരു വീക്കായിട്ടുള്ള സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് അവർ ആലോചിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഇത്തവണയും നിയമം പിടിച്ചെടുക്കുമെന്ന വിജയപ്രതീക്ഷ? നല്ല വിജയപ്രതീക്ഷയുണ്ട്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടി പറ്റില്ല. അതന്നെയാണ് പറയുന്നത്. എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണയും വിജയം നേടാൻ ആകുമെന്ന് തന്നെയാണ് ശിവൻകുട്ടി വ്യക്തമാക്കുന്നത്.